ഡ്യൂ ടു 25% റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് വീറ്റ് പെർ kg, ജോൺ ഈസ് ഏബിൾ ടു ബൈ 4 kg മോർ ഫോർ എത്ര റുപ്പീസിന് 600 റുപ്പീസ്. വാട്ട് ഈസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ വീറ്റ് പെർ kg? ഓക്കെ, അപ്പോൾ എന്താണ് 25% ആണ് റെഡ്യൂസ് ആയത്. അപ്പോൾ ആദ്യത്തെ നിങ്ങളിവിടെ നോക്കിയാൽ നമുക്കിതൊരു റേഷ്യോ മെത്തേഡ് ഉണ്ട്. റേഷ്യോ മെത്തേഡിലാണ് നമ്മളത് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ് ഇവിടെ 25% ആണ് റെഡ്യൂസ് ആയത്. അതിനെ നമ്മൾ ആദ്യം പഠിച്ചില്ലേ 25% എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പ്രൈസ് എഴുതാം, അതുപോലെ കൺസംഷൻ എഴുതാം. ഒറിജിനൽ അതായത് ഓൾഡ്, ന്യൂ, നമ്മൾ നേരത്തെ വരച്ച പോലെ ടേബിൾ. ക്ലിയർ? ഇനി നമ്മൾ നോക്കിയാൽ ആദ്യത്തെ പ്രൈസ് എത്രയായിരുന്നു? ആദ്യം 4 പ്രൈസ് ഉണ്ടായത്, പിന്നെ അത് കുറയുന്നാണ് പറഞ്ഞത്. ദ പ്രൈസ് ഓഫ് എത്ര? 25% റിഡക്ഷൻ ഇൻ ദ പ്രൈസ്. ആദ്യം 4 ഉണ്ടായത്, ഇവിടെ നോക്കിയേ 25% ആണ് റെഡ്യൂസ് ആകുന്നത്. അപ്പോൾ നമുക്ക് എന്താ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണെന്ന് അറിയാം. ക്ലിയർ? ഇനി ഈ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഉണ്ടായത് 1 കുറഞ്ഞിട്ട് 3 ആവുമെന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 4 ഉള്ളത് 1 കുറഞ്ഞിട്ട് 3 ആകും എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 4ന്റെ 25% കുറഞ്ഞാൽ 3 ആകും. ന്യൂ പ്രൈസ് 3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈസിൻ്റെ നേരെ തിരിച്ചിട്ടാൽ കൺസംഷൻ ആവും. അപ്പോൾ എത്രയാണ്? 3 ഉം 4 ആയി. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? ഇവർ തമ്മിലെ അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? ജോൺ ഈസ് ടു ബൈ 5 kg മോർ. അതായത് ഇപ്പം എത്രയാണ്? അവർ കൺസംഷൻ 1 kg മോർ വാങ്ങാൻ പറ്റുന്ന പറഞ്ഞത്. ആദ്യം 3 ആയിരുന്നു വാങ്ങിയത്, 4 ആയിരുന്നു. അപ്പോൾ 5 kg മോർ വാങ്ങാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 kg ആണ്. സോ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 1 kg, 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഒറിജിനൽ കൺസംഷൻ എത്രയായിരിക്കും? 3 × 5, ദാറ്റ് ഈസ് 15 kg ആയിരിക്കും ഒറിജിനലായിട്ട് വാങ്ങിയിട്ടുണ്ടാവുക. ഇനി എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പറഞ്ഞാൽ 600 രൂപയാണ് എക്സ്പെൻഡിച്ചർ 600 രൂപയാണ്. ഇനി ഒറിജിനൽ പ്രൈസ് എത്രയായിരിക്കും? ഒറിജിനൽ പ്രൈസ് അതായത് നമുക്കിവിടെ എത്ര എമൗണ്ട് വാങ്ങിയെന്ന് പറയാം? എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒറിജിനൽ പ്രൈസ് 600/15 ചെയ്താൽ ഒറിജിനൽ പ്രൈസ് നമുക്ക് 40 ആണെന്ന് കിട്ടും. 600/15 ചെയ്താൽ ഒറിജിനൽ പ്രൈസ് 40 ആണെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ?